ജൂലൈ 2 പറക്കും തളിക ദിനം. ജൂലൈ 2 ലോക പറക്കും തളിക ദിനമായി വേൾഡ് UFO ഡേ ആചരിക്കുന്നു. പറക്കും തളികകളെക്കുറിച്ചുള്ള നിഗൂഢതകൾ ചർച്ച ചെയ്യുക, പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചല്ല എന്ന ചിന്ത പങ്കുവയ്ക്കുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. 2001 UFO വേൾഡ് ഓർഗനൈസേഷനാണ് ഈ ദിവസം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1947 ജൂലൈ 2 അമേരിക്കയിൽ ഒരു പറക്കും തളിക തകർന്നു വീണു എന്ന വാർത്ത പ്രചരിച്ചിരുന്നു. ഈ സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജൂലൈ 2. ആകാശത്ത് കാണപ്പെടുന്ന, തിരിച്ചറിയാൻ സാധിക്കാത്ത എല്ലാത്തരം വിചിത്ര വസ്തുക്കളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൊതുവായ പേരാണ് UFO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് എന്നത്. മലയാളത്തിൽ അതിന് പറക്കും തളിക എന്ന് പറയും. 1947 അമേരിക്കൻ വ്യവസായിയായ കെനറ്റ് ആർണോൾഡ് തൻ്റെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് തളികകൾ പോലെ പറന്നു നടക്കുന്ന 9 വസ്തുക്കൾ കണ്ടതായി അവകാശപ്പെട്ടു. ഇതേ തുടർന്നാണ് മാധ്യമങ്ങൾ ഇതിന് ഫ്ലൈയിങ് സോസ് അഥവാ പറക്കും തളിക എന്ന പേര് നൽകിയത്. 1947 തന്നെ അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ ഒരു പറക്കും തളിക തകർന്നു വീണതായും അതിൽ അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നതായും വാർത്തകൾ പരന്നു. എവിടെയെങ്കിലും അന്യഗ്രഹ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രം തള്ളിക്കളയുന്നില്ല എങ്കിലും പറക്കും തളികകൾ അന്യഗ്രഹ ജീവികളുടേതാണെന്ന് ഇതുവരെ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഉൽക്കകൾ പോലെയുള്ള ആകാശ വസ്തുക്കളോ അന്തരീക്ഷ പ്രതിഭാസങ്ങളോ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ തന്നെയോ ആകാം ഈ പറക്കും തളികകൾ എന്നാണ് വിലയിരുത്തൽ. സിംല കരാർ ഒപ്പിട്ടു. പാകിസ്ഥാൻ്റെ വിഭജനത്തിനും ബംഗ്ലാദേശിൻ്റെ പിറവിക്കും വഴിയൊരുക്കിയ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനായി ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ ഉടമ്പടിയാണ് സിംല കരാർ അഥവാ സിംല എഗ്രിമെൻറ്റ്. 1972 ജൂലൈ 2 ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ സിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നാണ് ഈ കരാർ ഒപ്പിട്ടത്. യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും 90,000-ലധികം പാക് സൈനികരെ ഇന്ത്യ യുദ്ധ തടവുകാരാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ യുദ്ധ തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്നതിനും വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്താണ് ഈ ചർച്ചയും കരാറും ഉണ്ടാക്കിയത്. യുദ്ധവിരാമത്തിനു ശേഷം ഇരു സൈന്യങ്ങളും നിലയുറപ്പിച്ച അതിർത്തി രേഖയെ ലൈൻ ഓഫ് കൺട്രോൾ ആയി അംഗീകരിക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും മൂന്നാമതൊരു രാജ്യത്തിൻ്റെയോ സംഘടനയുടെയോ ഇടപെടൽ ഇല്ലാതെ ഉഭയ ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കുക, പരസ്പര ശത്രുത അവസാനിപ്പിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക തുടങ്ങിയവ കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരുന്നു. സാമുവൽ ഹാനിമാൻ ചരമദിനം. ഹോമിയോപ്പതി ചികിത്സയുടെ ഉപജ്ഞാതാവായ സാമുവൽ ഹാനിമാൻ 1843 ജൂലൈ 2 അന്തരിച്ചു. 1755 ഏപ്രിൽ 10 ജർമ്മനിയിൽ ജനിച്ച സാമുവൽ ഹാനിമാൻ 1796 ഈ ചികിത്സാരീതി കണ്ടെത്തിയത്. ഒരു അലോപ്പതി ഡോക്ടറായിരുന്ന ഹാനിമാൻ അന്നത്തെ ചികിത്സാരീതിയിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പുതിയൊരു ചികിത്സാരീതിക്ക് രൂപം നൽകുകയായിരുന്നു. അലോപ്പതി വൈദ്യശാസ്ത്ര ബിരുദം നേടിയതിനു പുറമെ ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങി നിരവധി ഭാഷകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ ഹാനിമാൻ വിദേശ ഭാഷകളിൽ നിന്ന് ധാരാളം മെഡിക്കൽ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തു. ഇത് അദ്ദേഹത്തെ പുതിയ ചികിത്സാരീതിയുടെ കണ്ടെത്തലിലേക്ക് നയിച്ചു. ധാരാളം സ്വതന്ത്ര മെഡിക്കൽ ഗ്രന്ഥങ്ങളും ഹാനിമാൻ എഴുതി. അദ്ദേഹം എഴുതിയ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ഏറ്റവും പ്രശസ്ത ഗ്രന്ഥമാണ് ഓർഗാനോ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം. 1843 ജൂലൈ 2 അദ്ദേഹം അന്തരിച്ചു.
അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നു. OV വിജയൻ ജന്മദിനം. എഴുത്തിലും വരയിലും വായനയിലും മലയാളികൾക്ക് ഇതിഹാസ തുല്യമായ ദർശനം പകർന്നു നൽകിയ ആധുനിക മലയാള നോവലിസ്റ്റുകളിൽ പ്രമുഖനായ ഊട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന OV വിജയൻ 1931 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ വിളയൻ ചാത്തന്നൂരിൽ തച്ചം മുച്ചിക്കൽ തറവാട്ടിൽ ജനിച്ചു. പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് ബിരുദവും മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി. ധാരാളം കഥകളും നോവലുകളും എഴുതിയതിനൊപ്പം പത്രമാസികകളിൽ കാർട്ടൂണിസ്റ്റായും സ്വതന്ത്ര പത്രപ്രവർത്തകനായും ഒക്കെ പ്രവർത്തിച്ചു. ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, പ്രവാചകൻ്റെ വഴി, മധുരം ഗായതി, തലമുറകൾ തുടങ്ങിയ നോവലുകളും ധാരാളം കഥാസമാഹാരങ്ങളും ലേഖന സമാഹാരങ്ങളും ആക്ഷേപഹാസ്യം, സ്മരണ, കാർട്ടൂൺ എന്നിങ്ങനെ വിവിധ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന് 2003 പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു. 2005 മാർച്ച് 30 അദ്ദേഹം അന്തരിച്ചു.